ശരിക്കും എന്താ നീ ഇങ്ങനെ തമാശക്ക് പറഞ്ഞാണോ അതോ ശരിക്കും ഒരു പ്രപ്പോസലൊക്കെ വന്നു കഴിഞ്ഞാല് എങ്ങനെ അമ്മ വഴക്കൊക്കെ പറയോ? ഈ പ്രായത്തിലല്ലേ പ്രപ്പോസൽ വരാൻ പറ്റൂ, വയസ്സാകുമ്പോഴല്ലോ. എന്താ വരാത്തേന്ന് ഓർത്തിരിക്കുക. ഞാൻ എപ്പോഴും പറയും, ഈ പ്രായത്തിൽ ഒരു പെണ്ണിന് ഒരു ചെറുക്കനോടും ചെറുക്കനൊരു പെണ്ണിനോടും ഒരു സ്നേഹവും ഇഷ്ടവും അഫക്ഷനും ഒക്കെ തോന്നും. ഇല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പം കാണും. അതേ കൂടുതലൊക്കെ ഞാനങ്ങനെ പറയുന്നവരാണ്. എനിക്ക് അങ്ങോട്ട് കണക്ട് ആയില്ല. താങ്കൾ എന്നെ ഉണ്ടെന്നങ്ങ് പറ, ഏതെങ്കിലും രണ്ടെണ്ണം. ഇല്ലെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെ അല്ലെങ്കിൽ പിന്നെ അതാവും അടുത്ത. നാളെ രണ്ടെണ്ണത്തിന് വാടകയ്ക്കൊണ്ട് വന്ന് അത് നമ്മുടെ അതിന്റെ കാര്യം എന്താണോ, ഇപ്പൊ പഠിക്കുന്നിടത്ത് ചെല്ലുമ്പോ അവരോർക്കും ഇവന് അഭിനയിക്കുന്നിടത്തുണ്ടെന്ന്, അഭിനയിക്കുന്നിടത്ത് വരുമ്പോ വിചാരിക്കും പഠിക്കുന്നിടത്തുണ്ടെന്ന്. മനസ്സിലായോ? അതാണ് തെറ്റിദ്ധാരണ. പിന്നെ ഈ കുട്ടികൾ അടുത്ത്, അതായത് മെസ്സേജ് ഒക്കെ അയക്കുമല്ലോ, കൂടുതലും മെസ്സേജ് എനിക്കാണ് വരുന്നത്, മെസ്സഞ്ചറിലായാലും വാട്സപ്പില്. ഇൻസ്റ്റാഗ്രാം ആരാ ഹാൻഡിൽ ചെയ്യുന്നേ? ഞാൻ തന്നെയാണ്. അവന് ഞാൻ നോക്കാൻ പറയും, ഇന്ന ചിലപ്പോൾ പോസ്റ്റ് ചെയ്യാനൊക്കെ പറയുമ്പോൾ നോക്കും, ഇയാള് ടാഗ് ചെയ്യണേ അങ്ങനെയൊക്കെ ചെയ്യണ കാര്യങ്ങളൊക്കെ പറയും, നോക്കും. അപ്പോൾ മെസ്സേജ് വരും. ചില മെസ്സേജ് ഒക്കെ കണ്ടിട്ട് നമ്മൾ ഇന്ന മെസ്സേജ് ഉണ്ടെന്ന് പറയും. അപ്പൊ ഞങ്ങളൊക്കെ ഇങ്ങനെ നോക്കും, ആരയച്ചേക്കുന്നേ, പെണ്ണാണോ ആണാണോ ഞങ്ങൾ നോക്കും. അങ്ങനെയൊക്കെ നോക്കാറേ ഉള്ളൂ. പക്ഷെ ഈ മെസ്സേജുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നോണ്ടിരിക്കുമ്പോ ഇയാള് പതുക്കെ പോകും, മറുപടി കൊടുക്കത്തില്ല. ഒന്നാമത്തെ കാര്യം സമയം കിട്ടൂല, തിരക്ക. അവസാനം ഞാൻ റിപ്ലൈ കൊടുത്ത് ഇവര് പിന്നെ ചോദിക്കും, എന്ത് പറ്റി ഇന്ന് മെസ്സേജ് അയക്കഴിഞ്ഞേ? ഞാൻ ഇവിടെ അത് ഷൂട്ടുള്ളതാണ്. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ അവര് ഇന്നായിരിക്കും മെസ്സേജ് ഇങ്ങോട്ട് അയക്കുന്നത്, ഞാൻ അയക്കണത് 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. ഇവിടെ തീപ്പൊരിഞ്ഞ ഷൂട്ടും കഴിഞ്ഞിട്ട് ഒരു വിധത്തേക്കൊന്ന് ഉറങ്ങാൻ നോക്കുവോ, അല്ലെങ്കിൽ കുറച്ചേരം വായിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്കുവോ. അപ്പൊ ആ സമയത്തിനിടയിൽ ചിലപ്പോ നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇതിനകത്തൊന്നും പോയി ഈ ഇങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പ് ഒന്നും എനിക്കൊന്നും അവന് ഇതിലേക്ക് വരാത്ത. കാരണം അതിനുള്ളൊരു സമയം ആ ഒരു ചിന്തിക്കാനുള്ളൊരു ഇതില്ല, സമയമില്ല. രാവിലെ ചിന്തിക്കാനുള്ളൊരു ഇതിലൊന്നും സമയമില്ല. പറഞ്ഞല്ലേ പോയല്ലോ. അതായത് രാവിലെ 8 മണിക്ക് ഷൂട്ടിന് പോകും, ഒരു 10 ദിവസം അടുപ്പിച്ച് ഷൂട്ടായിരിക്കും, ഒരു 10-12 ദിവസം അടുപ്പിച്ച് ഷൂട്ടായിരിക്കും. പിന്നെ ഒരു 1 വീക്ക് അവധി. ഈ 1 വീക്കിൽ എന്തുവാ പഠിക്കണം. പിന്നെ ഇതിനിടെ ചിലപ്പോൾ ആഡോ ഇനാഗുറേഷനോ ഇപ്പം നിങ്ങളുടെ പ്രോഗ്രാം അങ്ങനെ എന്തെങ്കിലും വന്നാൽ അത് പോകണം. പിന്നെ പഠിക്കാൻ ഇഷ്ടം പോലെ കിടപ്പില്ലേ, നോട്ട്സ് എഴുതാൻ ഇഷ്ടം പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക വാട്സപ്പില്. ഡിഗ്രി ആയപ്പോഴത്തേനും ഡബിൾ മേജർ, ഒരു മേജർ അല്ല 2 മേജറാ. അപ്പൊ ആ 2 എണ്ണത്തിന്റെയും പഠിക്കണ്ടേ. അപ്പൊ ആ ഒരു ഇപ്പൊ തന്നെ ഒരാഴ്ച കൊണ്ട് ഷൂട്ടില്ല. അപ്പൊ ഈ ഒരാഴ്ച മൊത്തം പഠിത്തത്തിന്റെ പുറകിൽ മാറ്റിവെക്കും. പിന്നെ ബാക്കി നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ കാണും, പല കാര്യങ്ങളില്ലേ. ഇപ്പോൾ അവന് ഇപ്പൊ തന്നെ വണ്ടി, അവന്റെ ബുള്ളറ്റ് സർവീസ് ചെയ്യാനെ കൊണ്ടുപോകണേ അവനെ കൊണ്ടുപോകുന്നത്, അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളും പേഴ്സണൽ കാര്യങ്ങളില്ലേ. പിന്നെ അതിനകത്ത് തിരക്കിനകത്താവും പോവും. പിന്നെ അതിനിടയിൽ അവൻ എവിടെയാ സമയം? അവന് ഡ്രസ്സ് എടുക്കാൻ പാടാന്ന് പറഞ്ഞ് വിളിച്ചാൽ പോലും അവൻ വരുന്നില്ല. ഡ്രസ്സൊക്കെ ആരാ സെലക്ട് ചെയ്യുന്നത്? ഒന്നും അതുപോലെ ശ്രദ്ധിക്കില്ല. റിസ്ക് എടുക്കണേ, ഞാൻ ഏതെങ്കിലും എടുത്തിട്ടുകൊണ്ട് വരും. എനിക്ക് കണ്ണി പിടിക്കണ ഏതെങ്കിലും ഈയിടയ്ക്ക് കൂടി പറയും ഇനിയെങ്കിലും സ്വന്തം ഞാൻ ഒരെണ്ണം എടുത്തു കൊടുക്കും. സംഭവം അത് കൂറായിരിക്കും, എനിക്കും അറിയാം അമ്മയ്ക്കും അറിയാം. അമ്മ എടുത്തോമ്മ, എന്താന്നടാ ഇത് കൊള്ളൂല്ല. എന്നാ പിന്നെ വൃത്തിക്കേട് എന്നെ എന്തിനാണ് ചെല്ലിപ്പെടുത്തണേ? എടുത്തിട്ട് ഒറ്റ ഇരിപ്പിരിക്കും, ഒരെണ്ണം സെലക്ട് ചെയ്തില്ല. എന്തെങ്കിലും മതി, ഇട്ടാ മതി, എനിക്ക് ഇട്ടാ മതി, എന്ത് കൊടുത്താലും ഇട്ടോളൂ. നിക്കറാവരുന്നേ ഉള്ളൂ, പാന്റ് ആയിരിക്കണം, അകത്തിടും പുറത്തിടില്ല. അകത്തിടും. ഓക്കെ. ട്രൗസേഴ്സ് ഈ സാധനം മുട്ട് വരെയുള്ള ഒരു സാധനം ഇടത്തില്ല. അതെന്താ കാര്യം? എന്താ? തണുപ്പടിക്കും. അയ്യോടാ, മുണ്ടെടുക്കുമ്പോ പ്രശ്നമില്ല. അതെനിക്ക് മനസ്സിലായി. ശരിക്കും എല്ലാവരും പറയുന്ന പോലെ ഒരു തന്ത വൈബ് തന്നെയാണല്ലേ. ശരി, അങ്ങനെയും ഈയിടയ്ക്ക് 2 എന്നിട്ട് എടുത്തു കൊടുത്തു. എടാ ഇടറാ, നല്ല ഭംഗിയാടാ, കാല് കാണാൻ നല്ല രസമാടാ, ഇടറാ, പിള്ളേരൊക്കെ ഇത്. അതുകൂടെ പറയുമ്പോ പിന്നെ നശിച്ച്. എനിക്കാണ് ഭയങ്കര ഇഷ്ടമായി പിള്ളേരെ, ആൺപിള്ളേരെ മുണ്ടാണെങ്കിൽ അന്തസ്സായിട്ട് കയറ്റി കൊടുത്ത് എത്ര വേണേലും കയറ്റി കൊടുത്ത് ഇറങ്ങുന്നതാ എന്ന് പറഞ്ഞിട്ട്. നിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എത്ര? സത്യം പറ, നീ കള്ളം പറയല്ലേ. പക്ഷെ എന്തോ സ്ലീവ്ലെസ് ടീഷർട്ട് ഇടത്തില്ല. എനിക്കറിഞ്ഞൂടെ ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ എന്നോട് ചോദിച്ചാൽ. ഇൻസ്റ്റാഗ്രാമിൽ ക്യാപ്ഷൻസ് ഒക്കെ ആരാ ടൈപ്പ് ചെയ്തിരുന്നത്?
ക്യാപ്ഷൻ ഞാൻ ഇടാറുണ്ടോ? ഓണാശംസകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് ഇടുന്നതാരാ? ആക്കെ ചിലപ്പോ ഇവനാ. ഞാൻ രണ്ടുപേരും ഇടും. സ്പെല്ലിംഗ് തെറ്റുന്നതാണോ? ഇല്ലില്ല, സ്പെല്ലിംഗ് തെറ്റാറില്ല. അല്ല, പിള്ളേരൊന്നും ഓണാശംസകൾ ഇടത്തില്ല. അത് എന്നോട് ഈടെ അമൽജിയൊക്കെ വന്നിട്ട് എടാ ഏച്ചി പോടാ എവിടെ അവൻ എപ്പോഴും മറ്റേ 90 നടക്കണേ, എടാ നല്ല ന്യൂജ സാധനം എന്നാ പറഞ്ഞ ഞാൻ പറയാം എന്നാ ശരി എന്നാട് ഞാൻ അടുത്ത നേരം ഫോൺ കിടന്ന് കൂടെ വീട് എന്നെ എന്തിനാ ശല്യപ്പെടുത്തരുത്, നിങ്ങൾക്ക് ഇട്ടാ പോരെ. ഫോട്ടോ പോലും ഇടത്തില്ല ഇൻസ്റ്റയിൽ. ഞാൻ പറഞ്ഞിട്ടേ ഇടുന്നത്. ചില ദിവസം എന്നോട് വിളിക്കടേ എത്ര ദിവസം ഇട്ടിട്ട് ഒരു 1-2 ആഴ്ച ഇടറാപ്പാ. ഇടയ്ക്ക് വെച്ച് ശിവാനി ചോദിക്കുന്നതാണ്, മുടിയഞ്ഞെണ്ണൊക്കെ വിളിക്കുമ്പോൾ ചോദിക്കും ഒന്നും കാണാനില്ലല്ലോ, അറിവും ബോധമൊന്നും ഇല്ലല്ലോ, എവിടാ? ആ ഫോട്ടോ ഇല്ല, ഞാൻ ഇടാം നരേന്ദ്രനായിട്ടാണ് എടുത്തിട്ടിടാം. ഈ മുടിയൻ ചേട്ടനായാലും ലച്ചു ആണെങ്കിൽ ഇവരൊക്കെ ഇത്ര ഫ്രീക്ക് ആയിട്ടുള്ള ആളുകളുടെ കൂടെ വളർന്നിട്ട് നിനക്ക് ആ ഒരു അല്ലേ? ആര് പറഞ്ഞു? ഞങ്ങളുടെ മുടിയഞ്ഞെണ്ണൊക്കെ ലുക്ക് ഫ്രീക്ക് ഉണ്ടെന്നേ ഉള്ളൂ. ലുക്കില് മാത്രമേ ഉള്ളൂ. എല്ലാരും ഒരേപോലെ എന്നെക്കാളും തന്തയാ. ഋഷിയൊക്കെ നല്ല എക്സ്ട്രാ തന്ത. ആരും വിചാരിക്കുന്നില്ല, നല്ല സീരിയസ് ആണ്. പക്ക ഒരു ഫാമിലി മാനാണ്, നല്ല പയ്യൻ എന്നൊക്കെ പറയുന്നത്. ഡ്രസ്സിങ്ങിൽ അവൻ ഫ്രീക്കനോ അല്ലെ മുടി വളർത്തിയതിൽ ഫ്രീക്കനോ, പക്ഷെ നല്ലൊരു ഫാമിലി മാൻ സ്വഭാവത്തില്. ക്യാരക്ടർ വൈസ് എല്ലാം പക്ക സീരിയസ്. അവിടെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ശരിക്കും ഫ്രീക്ക് അപ്പം ബാലുവച്ചനായിരിക്കും അല്ലേ? എന്ന് വേണം പറയണ്ടേ. അച്ഛനെ വേണ്ടത്ര അങ്ങോട്ട് അറിയില്ലെന്ന് തോന്നുന്നു. ഞാൻ 2-3 തവണ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. അവർ രണ്ടാളെയും കൂടെ വെച്ചിട്ട് ഇന്റർവ്യൂ ഒക്കെ എടുത്തിട്ടുണ്ട്. രണ്ടുപേരെയും കൂടെ വെച്ചിട്ട് ഒരുമിച്ച് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. ഈ വീടായിട്ട് നമ്മൾ ഈ ഉപ്പുമുളകും വീട് ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് വീടായിട്ട് നിങ്ങൾക്ക് ഭയങ്കര ഒരു കമ്മിറ്റ്മെന്റ് ആയിരിക്കുമല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇത്ര വർഷമായിട്ട് സെയിം വീട്. ഇപ്പൊ ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നല്ലോ, ഇന്ന് വീട് നിങ്ങൾക്ക് എഴുതി തന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര നമുക്കും കൂടെ ഭയങ്കര ഇമോഷണലി കണക്ട് ആയ പോലെ ഫീൽ ചെയ്തു. നിങ്ങൾക്ക് ആ വീടുമായിട്ട് ഒത്തിരി മെമ്മറീസ് ഉണ്ട്. എങ്ങനെയാ ആ വീടായിട്ടുള്ള ഒരു കണക്ഷൻ? ആന്റിയും പോവാറില്ലേ? വീടുമായിട്ട് മാത്രല്ല, വീടിന്റെ ഹൗസ് ഓണറുമായിട്ടും ഭയങ്കര കണക്ഷനാണ്. ഹൗസ് ഓണറും 2 കുട്ടികളും. സംഭവം ഇപ്പൊ പുള്ളിക്കാരിക്ക് 2 പിള്ളേരൊന്നും അല്ല, ആ സെറ്റിലുള്ള ഞങ്ങൾ എല്ലാരും പിള്ളേരാണ്. ആ അവസ്ഥയാണ്. അതായത് വരുമ്പോ ആടാ ഞങ്ങളെ കണ്ടില്ലെങ്കിലാണ് ഇപ്പൊ വിഷമം. എന്ത് പറ്റി ഇന്നലെ ഇല്ലായിരുന്നല്ലോ, എവിടെ പോയിരുന്നു? അത് ഇന്നലെ പരിപാടി ആണോ? ആ ശരി 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 ശരി. അത് ഈ സീസൺ 1 നിർത്തി കഴിഞ്ഞപ്പോ ചേച്ചി ഭയങ്കര വിളിച്ചിട്ട് കുറെ ദിവസം എല്ലാരും കണ്ടോണ്ടിരിക്കുമല്ലായിരുന്നു. 1500 എപ്പിസോഡിനെ കണ്ട സീസൺ 1 നിർത്തുന്നത്. അപ്പോ നിർത്തി പോയി, പിന്നെ ഇത് തുടങ്ങുമെന്നൊന്നും യാതൊരുവിധ ഐഡിയ ആർക്കും ഇല്ലായിരുന്നു. അപ്പോ പുള്ളിക്കാരി വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നത്, അങ്ങോട്ട് നോക്കുമ്പോൾ നിങ്ങളെ, ഇങ്ങോട്ട് നോക്കുമ്പോൾ നിങ്ങളില്ലാതെ ഭയങ്കര ഇത് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ഭയങ്കര വിഷമമായിരുന്നു. ടിസിയ അതായത് ജോണും ഞാനുമായിട്ട് എന്തോ 1 വയസ്സ് 2 വയസ്സ് 1-2 വയസ്സ് വ്യത്യാസമുള്ളൂ. എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരേ സമയത്ത് മറ്റേ കളിച്ച് വളർന്ന ടീമാണ്. അപ്പൊ നമ്മൾ വേറെ എവിടെയും പോകുന്നില്ലല്ലോ, നമ്മൾ അവിടെ തന്നെ കാണും. അവൻ സ്കൂളിൽ പോകും, തിരിച്ചു വരും, ഇവിടെ സ്കൂളൊക്കെ കൊണ്ടിരുന്നു കൊള്ളാം, ആ അവസ്ഥയാണ്. അപ്പൊ പുള്ളിക്കാരെ സംബന്ധിച്ച് നമ്മളെല്ലാം മക്കളാണ്. നമ്മളെ പെട്ടെന്ന് ഒരു ദിവസം കാണാതായപ്പോ നോക്കുമ്പോ ഈ ജോൺ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ഇവര് അവിടെ തന്നെയാണോ താമസം? ഓ, ഞാൻ കരുതിയ സത്യം പറഞ്ഞാല് നിങ്ങൾക്കായിട്ട് ആ വീട് ഇങ്ങനെ റെന്റിന് അങ്ങനെ റെന്റ് ഔട്ട് അങ്ങനെ എല്ലാരും അങ്ങനെ കരുതുന്നത് അല്ലേ? അപ്പൊ ഇവരവിടെ പോയി എങ്ങനെ? അവിടെ അതിനകത്തൊരു റൂം, ക്ലോസ്ഡ് ഒരു റൂമുണ്ട്. ആ റൂമിലാണ് അവര് ഷൂട്ടുള്ളപ്പോ കഴിയുന്നത്. മുകളിൽ പണിഞ്ഞപ്പോ അവർ അപ്സ്റ്റെയറിലോട്ട് മാറി. നിങ്ങൾ ഇപ്പൊ നന്ദൂട്ടി ആണെങ്കിലും പുതിയ പുതിയ മെമ്പേഴ്സ് ഇങ്ങനെ വരുമ്പോഴത്തോലും നിങ്ങളുടെ ഒരു ഫാമിലി തന്നെ മൊത്തത്തിൽ അങ്ങ് വലുതായിക്കൊണ്ടിരിക്കുക. നന്ദൂട്ടിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ റീസെന്റ് ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായല്ലോ. അതായത് ഒരു അമ്മ വന്നിട്ട് മറ്റേ ഫോട്ടോ എടുക്കാൻ നേരം നന്ദൂട്ടിയുടെ അമ്മ ഇങ്ങനെ വിളിച്ചോണ്ട് പോയത്. അപ്പൊ ആന്റിയൊക്കെ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനല്ല സത്യം മനസ്സിലാക്കുക. പറഞ്ഞാല് ഈ സാധനം ഞാൻ അറിയണില്ല. നന്ദൂട്ടിയുടെ അമ്മയും മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അതെ, രണ്ടുപേരും പൊന്നിട്ടു. എന്താ സംഭവം, എന്താ കഥ നീ പറ. കഥ എനിക്ക് പകുതി അറിയുള്ളൂ, ബാക്കി പോലെ അമ്മയ്ക്കാണ്. അതായത് മെയിനായിട്ട് ഞാനിത് അറിയണമെന്ന് പറഞ്ഞാല് നമ്മൾ അന്നത്തെ പരിപാടി കഴിഞ്ഞു പിറ്റേ ദിവസം അതായത് ഷൂട്ടുണ്ട്, ഉപ്പുമുളകിന്റെ ഷൂട്ടുണ്ട്. അവളുടെ ബർത്ത്ഡേയാ. അപ്പൊ ഞങ്ങള് ഷൂട്ട് കഴിഞ്ഞിട്ട് എങ്ങനെയാ പോകുന്നത്? അപ്പൊ പറഞ്ഞു എന്നെ ചേച്ചി 7 മണി തൊട്ട് 10 മണി വരെയാണ് പ്രോഗ്രാം, അതിനുള്ളിൽ എപ്പോഴേലും വന്നാൽ മതി. പുനലൂരാണ് പ്രോഗ്രാം, ഓർക്കണം. എറണാകുളത്ത് നിന്ന് പുനലൂർ വരെ ട്രാവൽ ചെയ്യണമെങ്കിൽ വൈകുന്നേരമാണ്, ഒരു 5 മണിക്കൂർ അങ്ങനെ പോലും വേണം. 5-6 മണിക്കൂർ വേണം. ചിലപ്പോ 6 പിടിക്കും. പോട്ടെ 5 പിടിച്ചോ, കോട്ടയം വഴിയൊക്കെ പിടിച്ച് ഒക്കെ പോയി കഴിഞ്ഞാൽ ഒരു 5-ന് കിട്ടുമെന്ന് വിചാരിച്ചു. ഒരു 5 മണിക്ക് ഇറങ്ങിയാലേ 10 മണിക്കെങ്കിലും അവിടെ എത്തൂ. ആണോ? അതെ. അപ്പൊ ഇവിടുത്തെ ഷൂട്ട് തീരുന്ന 6-7 മണി സമയത്താണ്. അപ്പൊ ലാസ്റ്റിലത്തെ ഒരു സീന് നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ട് ഷൂട്ടിൽ നിന്ന് ഇറങ്ങുന്നു. എന്നിട്ട് നമ്മൾ 4:30 കഴിഞ്ഞപ്പോൾ ഇറങ്ങി ചാടി ഇല്ല, എന്താ പറയണ്ടോ, ഡ്രൈവറിനൊരു സമാധാനം പോലും കൊടുക്കാതെ. അന്ന് എന്നും വരുന്ന ഡ്രൈവറും അല്ല, ഒരു കൊച്ചു പയ്യനായിരുന്നു നമ്മുടെ. അപ്പൊ ഇവൻ വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിലും അതായത് കറക്റ്റ് പറഞ്ഞാൽ ഓടിക്കാറായി. ഓടിച്ചു തുടങ്ങി 1 മാസമായെങ്കിൽ പുള്ളിക്കാരൻ ഓടിച്ചു തുടങ്ങി 1.5 വർഷമായിട്ടുള്ളൂ.
എന്നുവെച്ചാ കൈ തെളിഞ്ഞങ്ങോട്ട് set ആയതേ ഉള്ളൂ. എന്നിട്ട് ഉച്ചയ്ക്ക് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു പൊന്നി വരുന്നില്ല, ഡ്രൈവർ സെറ്റ് ആയില്ല, നമ്മൾ ഡ്രൈവർ ഇല്ല, അൽസു ഇത്രയും ദൂരം ഒന്നും ഓടിക്കാറായില്ല, വീട് അടുത്ത വർഷം വരാം, അല്ലെ വരുന്ന സമയത്ത് പത്തനാപുരത്ത് വരുന്ന സമയത്ത് പുനലൂർക്ക് വരാമെന്ന് പറഞ്ഞു. നീണ്ട കഥയാണ്. അപ്പോൾ ഇവള് ഭയങ്കര ബഹളം, കുഞ്ഞ് കേശുചേട്ടൻ വരുന്നില്ലേ, കേശു മാമൻ അല്ലേ, കേശു വരുന്നില്ലേ. ഇതുവരെ പെട്ടെന്ന് തന്നെ ഇവള് ഫോൺ കട്ട് ചെയ്ത്, കുഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട് പോയി. അയ്യോ, അതായത് പിണങ്ങി അങ്ങ് പോയി. അവള് ഫോൺ കട്ട് ചെയ്തിട്ട് അവൾക്ക് അറിയാമല്ലോ, ഫോൺ എന്റെ ബട്ടൺ കട്ട് ചെയ്തിട്ട് അവള് പോയി. ഞാൻ വീണ്ടും വിളിച്ചോ പൊന്നു പറഞ്ഞു ഇവിടെ ഭയങ്കര കരച്ചില്ലാന്ന് പറഞ്ഞു. അതായത് എല്ലാരോടും ഈ കുഞ്ഞു പറഞ്ഞു വരും വരും വരും. അങ്ങനെ ഇവര് തന്നെ സെറ്റ് ചെയ്യുന്ന പൊന്നിയുടെ ഒരു ഫ്രണ്ടിന്റെ ഒരു മകനെങ്ങാണ്ടാണ് ഈ പയ്യൻ ഡ്രൈവറായിട്ട്. ഡ്രൈവർ അല്ല, അവനിവിടെ പഠിക്കുന്ന ഒരു പയ്യന്. അവര് സെറ്റ് ചെയ്തതെന്നാണ്. അങ്ങനെ ഞങ്ങൾ 4:30 ഇവിടുന്ന് പോകുന്നു, എല്ലാം പോട്ട് അവിടെ ചെല്ലുന്നത് 9:45 സമയത്ത്. 9:50 ഞങ്ങൾ ആ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ ചെല്ലുന്നത്. അപ്പോൾ 10 മണിക്ക് ഇറങ്ങണം എന്നുള്ള ഒറ്റ കണ്ടീഷനിലാണ്. ഏത് ഓഡിറ്റോറിയംകാരനായാലും അങ്ങനല്ലേ, 7 മണിക്ക് തുടങ്ങുന്ന ഒരു പ്രോഗ്രാം, 10 മണിക്ക് നിങ്ങൾ ഇറങ്ങണം എന്ന് പറഞ്ഞാലേ ഒരു 11 മണിയാകുമ്പോൾ അവന് ക്ലീൻ ചെയ്ത് അത് തിരിച്ചു കൊടുക്കത്തുള്ളൂ. 9:50 ഞങ്ങൾ ചെല്ലുന്നു. അവളാണെങ്കിൽ ഇങ്ങനെ വിഷമിച്ചിട്ട് അവിടെ പോയി ഇരിപ്പുണ്ട്, ചെറുത്. ബാക്കിയുള്ളവരുടെ ഒക്കെ കാര്യം വിടും നന്ദൂട്ടി. കാരണം എല്ലാരും വന്നു, ബർത്ത്ഡേ കേക്ക് മുറിച്ചു. ഞങ്ങൾ കേക്കൊന്നും ഇല്ല. കേക്ക് മുറിക്കുന്നവരെയൊക്കെ മാമ ഇപ്പൊ വരും എന്ന് പറഞ്ഞ് കുറച്ച് കൊച്ചേ മാമ സത്യം പറ വരുന്നുണ്ട്, വന്നോണ്ടിരിക്കുക. എപ്പോ എന്നെ വിളിച്ച് മാമ വരുന്നു വന്നോണ്ടിരിക്കുക. മാമ ശരിക്കും എവിടെന്ന് പറഞ്ഞേ? ഞാൻ ഇവിടെ ഷൂട്ടിനെടുത്ത് ഇപ്പൊ പെട്ടെന്ന് വായിങ്ങോട്ട്. ശരി, കുഞ്ഞിനറിയത്തില്ലല്ലോ ദൂരം എത്ര ദൂരം ഉണ്ടെന്ന്, ഇത്ര സമയം ഉണ്ടെന്ന്. അപ്പൊ അവള് വിചാരിച്ച് വരത്തില്ലായിരിക്കും. അങ്ങനെ ആളങ്ങ് ഡെസ്പായി എന്നൊക്കെ പറയേണ്ടി വരും. ഇവൻ ചെന്നിട്ട് കുറെ നേരം പിടി കൊടുത്തില്ലല്ലോ, പിണങ്ങി നടക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി, ഇവര് വണ്ടിയിൽ നിന്ന് വലിച്ചുകൊണ്ട് പോകുമായിരുന്നു. ഞാൻ എന്നിട്ട് പതുക്കെ നടന്നു കയറുന്നുള്ളൂ. ഞാൻ നീ കയറിപ്പോകോ, നീ കുഞ്ഞിനെ പോയി കാണുമെന്ന് പറഞ്ഞു. വേറൊന്നും വേണ്ട, ഷട്ടർ താക്കുന്നതിന് മുമ്പ് കാണും. ഫുഡ് കഴിച്ചില്ലേലും കുഴപ്പമില്ല, അവിടെ കയറി സ്റ്റേജിൽ കയറി അവളുടെ കൂടെ ഒരു ഫോട്ടോ എടുക്ക്, തീരുന്നു. അപ്പൊ ആ ചേച്ചി എന്ന് പറഞ്ഞാൽ ഇവരുടെ അടുത്ത വീടിന്റെ തൊട്ടടുത്ത ആളാ. എത്ര സമയം വേണമെങ്കിലും നമുക്ക് ഇറങ്ങി വന്ന് നിൽക്കാം. ആ ചേച്ചി മാത്രമൊന്നുമല്ല, അവിടെ കുറെ കൊച്ചു കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അവരെല്ലാരും ഓടി ചുറ്റും കൂടിയതാ. കേശേട്ട ഒരു ഫോട്ടോ മക്കളെല്ലാവർക്കും എടുത്തു തരാം, നന്ദൂട്ടിയെ കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവന് ഓടി കയറി പോകുന്നത്. അത് കാരണം നമ്മൾ അത്രയും തീ പിടിച്ച് കയറി പോകുമ്പോ അങ്ങനെ അടി കമന്റ് ഇടുമ്പോ എന്തറിഞ്ഞിട്ടാ സംഭവം? നമ്മൾ ഇത്രയും സ്റ്റോറി ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ കാണുന്നത് വരാന്ന് അല്ല, കോമഡി എന്ന് പറഞ്ഞല്ല. ആ വീഡിയോ എടുത്തോണ്ടിരുന്ന ചേട്ടന്മാരും ഇവിടെ കൊച്ചവിടെ നിക്കണെന്ന് പറഞ്ഞിട്ടാണ് പോവാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എല്ലാരും പോയത്. കാരണം അത്രയും ഞാൻ ലേറ്റ് ആയിട്ട് വന്നത് അവർക്കും അറിയാം, നമുക്കും അറിയാം, എല്ലാവർക്കും അറിയാം. എന്നിട്ട് വീഡിയോ അങ്ങനെ ഇട്ട് അവരൊന്നും കേസ് വന്നു പറഞ്ഞിട്ടുള്ളൂ. അവരത്രേ പറഞ്ഞിട്ടുള്ളൂ. കണ്ടവരാണ് വിചാരിച്ചത്, അവർ തെറ്റിദ്ധരിച്ചാണ് സംഭവം. പക്ഷേ ബേസിക്കലി ആലോചിക്കുമ്പോ രണ്ടു വശം ആലോചിച്ചിട്ട് വേണം ശരിക്കും നമ്മൾ പറയാം. ഒറ്റപ്പുത്തി ചിലപ്പോ എന്തെങ്കിലും തിരക്കിൽ വന്നതായിരിക്കാം എന്ന് ചിന്തിക്കാം. നമ്മൾ വീഡിയോ കാണുന്നവർക്ക് മേ ബി ഇത്രയും ലേറ്റ് ആണ് ഒന്നും അറിയില്ലല്ലോ. ആ ഒരു കട്ടിങ് വെച്ചിട്ടാ എടുത്തത്, അതിന് തൊട്ട് മുമ്പുള്ളതും ഇല്ല. മാത്രമല്ല നമ്മൾ പറഞ്ഞ രീതിയിലും വ്യത്യാസമുണ്ട്. ചിലവരുണ്ട് ടോൺ ശ്രദ്ധിക്കില്ല, പകരം അവരെന്താണോ കേൾക്കുന്ന ആ സാധനത്തിന്റെ മാത്രമേ എടുക്കുള്ളൂ. പകരം ടോൺ എന്താണ് അല്ലെങ്കിൽ അതിന്റെ പർപ്പസ് എന്താണ് പറയുന്നത് മനസ്സിലായി. നമ്മൾ പറഞ്ഞത് ചേച്ചി പറഞ്ഞു ഞാൻ ഇവിടെ നിൽക്കാം, അതാണ് പുള്ളിക്കാരി ലൈന്. നമ്മൾ പറഞ്ഞതും അങ്ങനെയാണ്.